നമസ്കാരം. നമ്മുടെ നാട്ടിലെയും മറ്റ് സ്ഥലങ്ങളിലെയുമൊക്കെ ചില ക്രൈസ്തവ സഭകളിൽ, പ്രത്യേകിച്ച് പെന്തക്കോസ്ത് സഭകളിൽ ആരാധനയ്ക്കും സുവിശേഷ പ്രസംഗങ്ങൾക്കുമിടയിൽ വിശ്വാസികൾ കൈയടിക്കുന്നതും തുള്ളിച്ചാടുന്നതുമൊക്കെ വളരെ സാധാരണമായി കാണാറുള്ള ഒരു കാഴ്ചയാണ്. ഇതിനെ ആത്മാവിൽ നിറയുക അല്ലെങ്കിൽ ആത്മീയ സന്തോഷം പ്രകടിപ്പിക്കുക എന്നൊക്കെയാണ് അവർ വിശേഷിപ്പിക്കാറുള്ളത്. പല ഘട്ടങ്ങളിലും ഇത് വിമർശനങ്ങൾക്കും വിധേയമാകാറുണ്ട്, അതുപോലെ ട്രോളുകളും ഏറ്റുവാങ്ങാറുണ്ട്. എന്നാൽ നമ്മുടെ നാട്ടിൽ മാത്രമല്ല ഇത്തരം സംഭവങ്ങൾ നടക്കാറുള്ളത്, വിദേശത്തും ഇത് സംഭവിക്കാറുണ്ടെന്ന് തെളിയിക്കുന്നതാണ് പ്രശസ്തയായ ഒരു അമേരിക്കൻ പാസ്റ്ററുടെ പുസ്തക പ്രകാശന ചടങ്ങിനിടെ നടന്ന നാടകീയ സംഭവങ്ങൾ. ചടങ്ങിൽ പങ്കെടുത്ത വിശ്വാസിയായ ഒരു സ്ത്രീ നിന്ന് പിടയുകയും പിന്നീട് വിറച്ചുകൊണ്ട് കൊഴിഞ്ഞു വീഴുകയും ചെയ്തതായിരുന്നു സംഭവം. ലോസ് ഏഞ്ചൽസിലെ 5 ഫോൾഡ് ചർച്ചിന്റെ മുഖ്യ പാസ്റ്ററും സ്വയം അപ്പോസ്തല എന്ന് വിശേഷിപ്പിക്കുകയും ചെയ്യുന്ന 35-കാരിയായ കാതറിൻ ക്രിക്കിന്റെ പുസ്തക പ്രകാശന ചടങ്ങിനിടയിലായിരുന്നു ഈ സംഭവം. ഹൂസ്റ്റണിലെ പ്രശസ്തമായ ബാൺസ് ആൻഡ് നോബൽ പുസ്തകശാലയിൽ 200-ലധികം ആളുകളെ അഭിസംബോധന ചെയ്യുമ്പോഴായിരുന്നു ഈ അസാധാരണ സംഭവങ്ങൾ അരങ്ങേറിയത്. ആളുകൾക്ക് ആത്മീയ വിടുതൽ നൽകുന്നതാണ് കാതറിൻ ക്രിക്കിൻ്റെ ശുശ്രൂഷയെന്ന് ക്രിക്കുമായി ബന്ധപ്പെട്ടവർ പറയുന്നു. ഈ സംഭവത്തെ ദൈവത്തിൻ്റെ ശക്തിയുമായിട്ടുള്ള സമ്പർക്കമെന്നും ഒരു മതപരമായ ഉണർവിൻ്റെ തെളിവെന്നുമാണ് അവർ വിശേഷിപ്പിച്ചത്. സംഭവത്തിൻ്റെ ദൃശ്യങ്ങൾ കാതറിൻ ക്രിക്ക് തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചത്. ക്രിക്ക് പങ്കുവച്ച ഒരു ദൃശ്യങ്ങളിൽ ഒരു സ്ത്രീ വികാരാധീനയായി വലത് കൈ വിറച്ചുകൊണ്ട് പുസ്തകത്തിൽ ഒപ്പിട്ട് നിൽക്കുന്ന മേശയ്ക്ക് അടുത്തേക്ക് വരുന്നത് കാണാം. നിമിഷങ്ങൾക്കകം 2 പേർ താങ്ങാനായിരുന്നതിനിടെ ആ സ്ത്രീയുടെ ശരീരം കുലുങ്ങാനും തല പെട്ടെന്ന് പിന്നിലേക്ക് തിരിയാനും തുടങ്ങി. ഒടുവിൽ കാലുകളുടെ നിയന്ത്രണം നഷ്ടപ്പെട്ട് അവർ ഒരു കസേരയ്ക്ക് മുകളിലേക്ക് വളയുകയും തുടർന്ന് ഒരാൾ ഇവരുടെ തല താങ്ങി പിടിച്ച ശേഷം പുസ്തകശാലയിലെ തറയിലേക്ക് കിടത്തുന്നതുമാണ് പുറത്തു വന്ന ദൃശ്യങ്ങളിലുള്ളത്. ഈ യുവതി മാത്രമല്ല, കൂടാതെ നിരവധി പേർ ഇതിന് സമാനമായ രീതിയിൽ പ്രതികരിക്കുന്നത് പുറത്തു വന്ന വീഡിയോയിലുണ്ട്. ഇതിൽ പുരുഷന്മാരും ഉൾപ്പെടുന്നു. ക്രിക്ക് ആളുകളെ തൊടുകയോ അവർക്ക് നേരെ ആംഗ്യം കാണിക്കുകയോ ചെയ്യുമ്പോൾ മറ്റു ചിലർ കരയുന്നതും നിലവിളിക്കുന്നതും ശരീരം മുന്നോട്ട് വളഞ്ഞ് കസേരകളിലേക്ക് കൊഴിഞ്ഞു വീഴുന്നതുമായ ദൃശ്യങ്ങളും വീഡിയോയിലുണ്ട്. ഒരു ഇടപെടലിനിടയിൽ അവളുടെ ശരീരം വിട്ടുപോകാൻ ക്രിക്ക് കൽപ്പിക്കുന്നതും ഈ വീഡിയോയിൽ കേൾക്കാം. ദൈവത്തിൻ്റെ ശക്തി ഒരു പള്ളിയുടെ 4 ചുവരുകൾക്കുള്ളിൽ മാത്രം ഒതുങ്ങുന്നതല്ല എന്ന വാചകത്തോടെയാണ് ദൃശ്യങ്ങൾ പങ്കുവച്ചിരിക്കുന്നത്. താൻ പ്രസംഗിക്കുന്ന സമയത്താണ് ഈ പ്രതികരണങ്ങൾ ഉണ്ടായതെന്നും ആളുകൾ പുസ്തകങ്ങളിൽ ഒപ്പുവാങ്ങാനായി അടുത്തു വന്നപ്പോഴും ഇത് തുടർന്നതായും ക്രിക്ക് അവകാശപ്പെട്ടു. കാതറിൻ ക്രിക്ക് ഇൻസ്റ്റഗ്രാമിൽ കുറിച്ചത് ഇങ്ങനെയാണ്: ഈ പുസ്തകശാലയിൽ ഒരു ആത്മീയ ഉണർവ് പൊട്ടിപ്പുറപ്പെട്ടു. താൻ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ തന്നെ ആളുകൾ കസേരയിൽ നിന്ന് വീഴാൻ തുടങ്ങി. പുസ്തകങ്ങളിൽ ഒപ്പുവാങ്ങാൻ വന്ന ഓരോരുത്തരെയായി ദൈവത്തിൻ്റെ ശക്തി സ്പർശിച്ചു. ആ പുസ്തകശാലയിൽ നിറഞ്ഞ ദൈവത്തിൻ്റെ സ്പർശിക്കാനാകുന്ന സ്നേഹം എന്നെ അത്ഭുതപ്പെടുത്തി. നിരവധി ആളുകൾക്ക് ഇതിലൂടെ വിടുതൽ ലഭിച്ചു. ചിലർക്ക് ദൈവകൃപ പകർന്നു കിട്ടി. മറ്റുള്ളവരെ ദൈവസ്നേഹം ശക്തമായി സ്പർശിച്ചു. ഹല്ലേലൂയ. ഇങ്ങനെയാണ് അവർ കുറിച്ചത്. ലോകമെമ്പാടും ക്രിസ്തീയ ആത്മീയ ഉണർവ് കൊണ്ടുവരികയും ആദ്യകാല സഭയിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയെന്ന് തങ്ങൾ വിശ്വസിക്കുന്ന ആചാരങ്ങൾ പുനഃസ്ഥാപിക്കുകയുമാണ് തങ്ങളുടെ 5 ഫോൾഡ് ചർച്ചിൻ്റെ ലക്ഷ്യമെന്നും അവർ കൂട്ടിച്ചേർത്തു. അതേസമയം പുസ്തകശാലയിൽ നടന്ന ഈ സംഭവങ്ങളുടെ ദൃശ്യങ്ങൾ ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ വലിയ ചർച്ചയായി മാറിയിരിക്കുകയാണ്. ബൈബിളിലെ പഴയ നിയമത്തിലെ ദാവീദ് രാജാവ് ദൈവത്തിന് മുന്നിൽ നൃത്തം ചെയ്തതായും പുതിയ നിയമത്തിൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നപ്പോൾ ആളുകൾ പരവശരായതും പറയുന്ന ഭാഗങ്ങളെ അടിസ്ഥാനമാക്കിയാണ് വിശ്വാസികൾ ഇത്തരം സംഭവങ്ങളെ പൊതുവെ ന്യായീകരിച്ച് വിശദീകരിക്കാറുള്ളത്. പ്രാർത്ഥനയുടെയും പാട്ടുകളുടെയും പ്രസംഗത്തിൻ്റെയും ഒരു ഘട്ടത്തിൽ തങ്ങളിൽ പരിശുദ്ധാത്മാവ് നിറയാറുണ്ടെന്നും അതിൻ്റെ ഫലമായിട്ടാണ് തങ്ങൾക്ക് നിയന്ത്രിക്കാനാകാത്ത വിധം സന്തോഷവും ആവേശവും ഉണ്ടാകുന്നതെന്നാണ് വിശ്വാസികൾ പറയുക. എന്നാൽ ഈ സംഭവം തികച്ചും വൈകാരികമായ ഒരു പ്രകടനം മാത്രമാണെന്നും ചില പ്രസംഗകർ ആളുകളുടെ വികാരങ്ങളെ ചൂഷണം ചെയ്യുകയാണ് ഈ രീതിയിലൂടെ വിമർശിക്കുന്നവരുമുണ്ട്.